റേഷൻ ഡോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞാൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് ചില ആരോഗ്യപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ മമ്മൂക്ക മലയാള സിനിമയിൽ നിന്ന് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള സിനിമയിൽ നിന്ന് അദ്ദേഹം വിട്ടു നിൽക്കുകയും അദ്ദേഹം താൽക്കാലികമായിട്ടുള്ള ഒരു വിശ്രമത്തിലുമാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ ഫോട്ടോസ്, അതായത് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാരുടെ പേജിൽ കൂടി പുറത്തു വരുന്നുണ്ട്. മമ്മൂക്ക മലയാള സിനിമയിലേക്ക് വീണ്ടും, അതായത് അദ്ദേഹത്തിൻ്റെ വിശ്രമം അവസാനിപ്പിച്ച് വീണ്ടും സിനിമയിലേക്ക് അദ്ദേഹം തിരിച്ചു വരുന്നതായിട്ടുള്ള വാർത്തകൾ ഇപ്പം നമുക്കറിയാം. ഫുൾ ഫിറ്റ് റെഡി, അല്ലെങ്കിൽ മമ്മൂക്കയുടെ ഒരു റോയൽ എൻട്രി കൂടി എന്നൊക്കെ ഉള്ള രീതിയിൽ കൂടെ മമ്മൂക്ക തിരിച്ചു വരുന്ന വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ മമ്മൂക്ക ഇപ്പം വിശ്രമത്തിലായിരുന്ന സമയത്ത്, എന്ത് തന്നെ കാരണത്താൽ മമ്മൂക്ക വിശ്രമത്തിലായിരുന്നെങ്കിൽ പോലും ആ സമയത്ത് സന്തോഷിച്ചിട്ടുള്ള ചില ആൾക്കാരുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ഒട്ടേറെ ആൾക്കാരും അതേ മലയാള സിനിമയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സിനിമയെ സ്നേഹിക്കുന്ന പ്രേക്ഷകരിൽ 97% അല്ലെങ്കിൽ 99% ആൾക്കാരും മമ്മൂക്ക താൽക്കാലികമായിട്ടെങ്കിലും സിനിമയിൽ നിന്ന് മാറി നിന്നപ്പം വളരെ വിഷമിച്ചുവെങ്കിൽ ഏതാണ്ട് 1% ആൾക്കാർ, 1% എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല, ആൾക്കാർ വളരെ വലിയ രീതിയിലുള്ള ആഘോഷിച്ചവർ അല്ലെങ്കിൽ സന്തോഷിച്ചവരുണ്ട്. മമ്മൂക്കയ്ക്ക് ഇനി ഒരു തിരിച്ചുവരവില്ല. ഇപ്പം തന്നെ മമ്മൂക്കയുടെ ഒരു തിരിച്ചുവരവിനെ കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള പല പല പേജുകളിൽ വരുന്ന സമയത്ത് ഇപ്പം തന്നെ ആൾക്കാർ, എനിക്ക് തോന്നുന്നു ചില പേജുകളിൽ, ഞാനിപ്പോൾ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, അത്തരത്തിലുള്ള പേജുകളിലൂടെ ചില വാർത്തകളുണ്ട്. മമ്മൂക്കയ്ക്ക് പഴയ പോലെ ഇനി സിനിമകൾ ചെയ്യാൻ പറ്റില്ല, മമ്മൂക്കയ്ക്ക് ഫൈറ്റ് സീൻ ചെയ്യാൻ പറ്റത്തില്ല, മമ്മൂക്കയ്ക്ക് ഒരുപാട് സ്ട്രെയിൻ എടുത്തിട്ടുള്ള കാര്യങ്ങൾ പറ്റത്തില്ല, മമ്മൂക്കയ്ക്ക് ഇനി അഭിനയിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്, മമ്മൂക്കയുടെ നല്ല സിനിമകൾ ഉണ്ടായാൽ കാണാൻ സന്തോഷമുണ്ടെന്നുള്ള രീതിയിലൊക്കെ. അതിൻ്റെയൊക്കെ താഴെ കുറേ, എനിക്ക് തോന്നുന്നു മമ്മൂക്കയെ ആരാധിക്കുന്ന, മമ്മൂക്കയെ സ്നേഹിക്കുന്ന കുറേ പ്രേക്ഷകർ സ്വാഭാവികമായിട്ട് അവരുടെ വിയോജിപ്പുകൾ പ്രകടിപ്പിക്കുന്ന സമയത്ത് കാര്യമായിട്ടുള്ള പ്രതികരണങ്ങളൊന്നും ആ പേജിൻ്റെ അഡ്മിൻ്റെ ഭാഗത്തുനിന്നില്ല. മറിച്ച് എല്ലാത്തിനും ഒരു തമ്പ് ഓക്കെ എന്നുള്ള രീതിയിൽ എന്തൊക്കെ തെറിയെന്ന് പറഞ്ഞാൽ എന്തൊക്കെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ പോലും എല്ലാവരും മനുഷ്യനെ പരിഹസിക്കുന്ന രീതിയിലുള്ള ഒരു റിപ്ലൈ കൊടുത്തുകൊണ്ട് ഒരു പേജ്. അങ്ങനെ പല ആൾക്കാരും, ഞാനിപ്പോൾ ഒരാളുടെ കാര്യം പറഞ്ഞെങ്കിൽ ഇപ്പോൾ യൂട്യൂബിൽ ചില യൂട്യൂബേഴ്സ് തന്നെ പറയുന്നുണ്ട് മമ്മൂക്കയുടെ തിരിച്ചുവരവ്, ഈ പറഞ്ഞ കണക്ക് മമ്മൂക്കയ്ക്ക് മുഴുനീള സിനിമ ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച്. പക്ഷേ നമുക്കറിയാം, ഇപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ മമ്മൂക്കയുടെ ഏജാണ് പ്രശ്നം, ഈ ഏജിൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം. പക്ഷേ നമുക്കറിയാം ശാരീരികമായിട്ട് ഇപ്പോൾ താൽക്കാലികം ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായതുള്ളൂ ഒഴിച്ചു കഴിഞ്ഞാൽ മമ്മൂക്ക ശാരീരികമായിട്ട് എപ്പോഴും വളരെ ഫിറ്റായിട്ടുള്ള ഒരാളാണ്. മമ്മൂക്കയ്ക്ക് ഇപ്പം മമ്മൂക്കയുടെ പ്രായത്തിൻ്റെതായിട്ടുള്ള ക്ഷീണമോ അവശതയോ തളർച്ചയോ ഒന്നും ഒരു കാലത്തും ഇല്ലാത്ത ആളാണ് മമ്മൂക്ക. ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ശരീരം മുമ്പും ഇപ്പോഴും അദ്ദേഹം നിലനിർത്തിയിരിക്കുന്നത്. ഇപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ കണക്ക് അദ്ദേഹത്തിന് ഇപ്പോൾ വേണമെങ്കിൽ സിനിമയിലേക്ക് വരാം, അതായത് ഇപ്പം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് വേണമെങ്കിലും അദ്ദേഹത്തിന് സിനിമയിലേക്ക് വരാമായിരുന്നു. പക്ഷേ അദ്ദേഹം ഈ പറഞ്ഞ കണക്ക് അദ്ദേഹം വിശ്രമത്തിലേക്ക് പോകുന്ന സമയത്ത് എങ്ങനെയാണോ അദ്ദേഹത്തിൻ്റെ ബോഡി അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്തിരുന്നത് ആ ഒരു രീതിയിലേക്ക് വെച്ചിട്ട് സിനിമയിലേക്ക് തുടർന്ന് വന്നാൽ മതി, അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിച്ച് തുടങ്ങിയാൽ മതി എന്നുള്ള മമ്മൂക്കയുടെ തീരുമാനമാണ് ഇപ്പം എനിക്ക് തോന്നി ഇപ്പം ഈ ജൂണിൻ്റെ പകുതി കടന്നു പോയതും, അല്ലെങ്കിൽ ഇപ്പം ഈ ജൂലൈ ഒരു പക്ഷേ കടന്നു പോകുന്നത്. ഇപ്പോൾ ഏതാണ്ട് ഒരു ഓഗസ്റ്റോടുകൂടി, ജൂലൈ അവസാനം കാലത്തോടുകൂടി അല്ലെങ്കിൽ ഓഗസ്റ്റോടുകൂടി മമ്മൂക്ക സിനിമയിലേക്ക് സജീവമാവും എന്നുള്ള വാർത്തകൾ തന്നെയാണ് അത് സിനിമ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഓഗസ്റ്റ് അവസാനമോ അല്ലെങ്കിൽ ഈ ജൂലൈ അവസാനമോ ഓഗസ്റ്റ് ആദ്യമോ തന്നെ മമ്മൂക്ക വരും. അപ്പോൾ അതിൻ്റെ ഒരു സൂചനകളാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കണക്ക് മമ്മൂക്ക ഹെയ്റ്റേഴ്സ് ആയിട്ടുള്ള, അല്ലെങ്കിൽ മമ്മൂക്കയുടെ ഒരു തിരിച്ചുവരവ് ഉണ്ടാവരുത് അല്ലെങ്കിൽ ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരെല്ലാം ഇനി മാറിയിരുന്ന തൽക്കാലം കരയാം. പിന്നെ ചില ആൾക്കാർ പറയാറുണ്ട് മമ്മൂക്ക ഫാൻസുകാരെല്ലാം പേടിച്ച് പൊത്തിലൊളിച്ചു, മാളത്തിലൊളിച്ചു, ഒന്നിനെയും കാണാനില്ല. ഇപ്പം ആരോട് പറയുന്നതായിട്ട് മമ്മൂക്കയുടെ പ്രേക്ഷകർ മമ്മൂക്ക സിനിമയിൽ നിന്നും താൽക്കാലികമായിട്ട് മാറിയുന്ന സമയത്ത് പൊത്തിലും മാളത്തിലൊക്കെ ഒളിച്ച ആൾക്കാർ ഇപ്പം ചെറുതായിട്ട് തലപൊക്കി തുടങ്ങിയെന്ന്. അന്നും ഇന്നും എന്നും മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്ക സിനിമ സജീവമായിട്ട് ചെയ്താലും ചെയ്തില്ലെങ്കിലും മമ്മൂക്കയെ സ്നേഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. മമ്മൂക്കയ്ക്ക് വേണ്ടി പറയേണ്ടുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും പറയാൻ പറ്റുന്നവരും അറിയുന്നവരും മമ്മൂക്ക ഫാൻസിനകത്തുണ്ട്, അല്ലെങ്കിൽ മമ്മൂക്കയെ സ്നേഹിക്കുന്നവരുണ്ട്. അവർ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും, അതിനകത്തൊന്നും യാതൊരു മാറ്റവും ഇല്ല. വിമർശിക്കേണ്ടതോ മമ്മൂക്ക സിനിമയിൽ തൽക്കാലമായിട്ട് മാറി നിന്നെന്നോ, അല്ലെങ്കിൽ മമ്മൂക്ക ഇപ്പോൾ കുറച്ച് ദിവസം സിനിമ ചെയ്യുന്നില്ലെന്നും പറഞ്ഞോ മമ്മൂക്കയെ ഇഷ്ടപ്പെടാത്തവരോ അല്ലെങ്കിൽ മമ്മൂക്കയെ തള്ളിക്കളഞ്ഞിട്ട് മറ്റൊരാളുടെ പുറകെ പോകുന്നവരൊന്നും മമ്മൂക്ക ഫാൻസിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം മമ്മൂക്കയുടെ ആരാധകരെല്ലാം അദ്ദേഹത്തിനെ വളരെ 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 സ്നേഹത്തോടു കൂടിയാണ് അദ്ദേഹത്തിനെ നമ്മൾ, അല്ലെങ്കിൽ വളരെ ഭംഗിയായിട്ടാണ് അദ്ദേഹത്തിനെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. കാര്യം അദ്ദേഹത്തിൻ്റെ ഏറ്റവും മോശമായ കാലഘട്ടത്തിൽ പോലും അദ്ദേഹത്തിനോടൊപ്പം ഉറച്ചു നിന്നിട്ടുള്ള ആൾക്കാരാണ് അദ്ദേഹത്തിൻ്റെ ഫാൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരാധകരെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത്. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. മമ്മൂക്കയുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അദ്ദേഹം മൊബൈൽ ഫോണിൽ നോക്കി ഇരിക്കുന്ന ഒരു ഫോട്ടോ വന്നതോടുകൂടി നമുക്കറിയാം. ഇപ്പം ഫേസ്ബുക്കിലെ തന്നെ മിക്ക പേജുകളിലും അതായിരുന്നു ഒരുപാട് യൂട്യൂബേഴ്സ് അത്തരത്തിലുള്ളൊരു വാർത്ത ചെയ്ത്. ഇപ്പം മമ്മൂക്ക
സിനിമയിലേക്ക് വീണ്ടും പറഞ്ഞ കണക്ക് മഹേഷ് നാരായണന്റെ സിനിമയിലേക്ക് മമ്മൂക്ക ജോയിൻ ചെയ്യുന്ന ദിവസം സോഷ്യൽ മീഡിയയെ ഏറ്റെടുക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് വേറെ ഏതൊരു നായകൻ നടനാണെങ്കിൽ പോലും കുറച്ച് നാളുള്ള ഒരു വിശ്രമത്തിന് ശേഷം സിനിമയിലേക്ക് വരുമ്പം ഉണ്ടാകുന്ന ഒരു എൻട്രി ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ ഒരു സ്വീകരണം ആയിരിക്കത്തില്ല, അവരുടെ പ്രവേശനത്തെ അല്ലെങ്കിൽ സിനിമയിലേക്കുള്ള ഒരു വരവിനെ അല്ലെങ്കിൽ വീണ്ടും ഷൂട്ടിങ്ങിലേക്ക് വരുന്നതിനെ ഏറ്റെടുക്കാൻ പോകുന്നതെന്ന് നമുക്കറിയാം. ഇപ്പൊ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അമ്മ സംഘടനയുടെ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ച് ഒരു ജനറൽ ബോഡി മീറ്റിംഗോ മറ്റോ എന്തോ നടക്കുകയുണ്ടായി. അപ്പൊ നമുക്ക് തന്നെ അറിയാം സോഷ്യൽ മീഡിയയിൽ തന്നെ കാര്യമായിട്ടുള്ള ഒരു നനഞ്ഞ പടക്കം പോലെ അല്ലെങ്കിൽ നനഞ്ഞ രീതിയിലുള്ള ഒരു ഇതായിരുന്നു. ഇപ്പം ആരും ആരുടെയും കൂടെ നിന്ന് കൂടുതൽ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യാനോ ഒന്നും താല്പര്യപ്പെട്ടില്ല. വളരെ കുറച്ച് ആൾക്കാർ മാത്രം ഇപ്പം അവിടുത്തെ പ്രമുഖരായിട്ടുള്ള താരങ്ങളുടെയൊക്കെ ഒപ്പം നിന്ന് ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്ത്. ഇപ്പം മമ്മൂക്ക പങ്കെടുക്കുന്ന ഒരു അമ്മയുടെ മീറ്റിങ്ങിന്, ഒരു ജനറൽ ബോഡി മീറ്റിങ്ങിനകത്ത് നമുക്കറിയാം എല്ലാവരും മത്സരിച്ചാണ് അവരുടെ ഓരോരുത്തരുടെ സോഷ്യൽ മീഡിയ പേജിലുള്ള മമ്മൂക്കയോടൊപ്പം നിൽക്കുന്ന ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ അത്തരത്തിലുള്ള ആഘോഷങ്ങളൊന്നും സിനിമാക്കാരുടെ ഭാഗത്തുനിന്ന് പോലും അവർക്ക് പോലും തോന്നുന്നില്ല മമ്മൂക്ക മാറി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ. കാര്യം എനിക്ക് തോന്നുന്നു ഇന്നത്തെ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരെയും സിനിമയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത് മമ്മൂക്ക തന്നെയാണ്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും മമ്മൂക്കയോടൊപ്പം ആ ഒരു സ്നേഹമുണ്ട്. കാര്യം മമ്മൂക്കയുടെ സിനിമ അല്ലെങ്കിൽ മമ്മൂക്ക എന്ന് പറയുന്നത് ഇപ്പം സോഷ്യൽ മീഡിയയിലുള്ള അല്ലെങ്കിൽ സിനിമയിലുള്ള ഒരുപാട് ആൾക്കാർ മമ്മൂക്കയോടുള്ള സ്നേഹം, മമ്മൂക്ക എത്രയും പെട്ടെന്ന് തിരിച്ചു വരണമെന്നൊക്കെ പറയുന്നത് തന്നെ നമുക്കറിയാം. കാര്യം അതുകൊണ്ട് മമ്മൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്മൾ പറഞ്ഞ ഒരു രാജകീയമായിട്ടുള്ള ഒരു എൻട്രിക്ക്, ഒരു റോയൽ എൻട്രിക്ക് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അദ്ദേഹത്തിൻ്റെ ഹെയ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അവരോട് മാറിപ്പോകാൻ പറയാൻ മാത്രമേ പറ്റത്തുള്ളൂ. കാര്യം അപ്പോൾ മമ്മൂക്കയുടെ ഒരു റോയൽ എൻട്രി വളരെ വളരെ വേഗത്തിൽ അധികം താമസിക്കാതെ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു.